വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, എല്ലാവരും കാത്തിരുന്ന ആന്റി ഏജിങ് ക്രീം പ്രിപ്പറേഷൻ, അതും ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമേ നമുക്കൊരു ആന്റി ഏജിങ് ക്രീം പ്രിപ്പയർ ചെയ്താലോ. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ റിങ്കിൾസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനായിട്ടും കരിമാങ്കിലി മാറാനായിട്ടും നമുക്കൊരു നല്ല സപ്പിൾ ആയിട്ടുള്ള ഒരു ബേബി സോഫ്റ്റ് സ്കിൻ കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഒരു 20 ഇയേഴ്സിന് എബോ ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്രീമാണ്. നമുക്കിത് 1 വീക്ക് വെച്ചാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾ ഇത് സൂക്ഷിച്ച് വെക്കാതിരിക്കുക. വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ജാർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കിട്ടപ്പെടാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇനി എന്നും മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പാക്ക്, അതായത് നമ്മുടെ ക്രീം പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ആൻറ്റി ഏജിങ് ക്രീമിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയാണ് കേട്ടോ. ഞാൻ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ഞാൻ ഉലുവ അതേ വെള്ളത്തിൽ അരച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ നല്ല ലിക്വിഡ് ആയിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കണ്ടോ, ഇത്രയും ഒരു കട്ടിയിലാണ്. നമ്മൾ എത്രത്തോളം ഉലുവ ഇരിക്കുന്നു അത്രത്തോളം ഇതിങ്ങനെ ഒരു കൊഴുത്ത രൂപത്തിലേക്ക് ഇത് മാറും കേട്ടോ. ഞാൻ നന്നായിട്ട് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെള്ളം ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതേ വെള്ളത്തിലേക്ക് തന്നെ ഞാൻ ഉലുവ അരച്ചരച്ചെടുത്താണ്. ഇരിക്കുന്നതോറും ഉലുവ ഇതുപോലെ നല്ല കട്ടിക്ക് കൊഴുത്ത് വരും കേട്ടോ. ഇനി അടുത്തത് ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസ് വാട്ടർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കളർ ഫ്രീ, ഫ്രാഗ്രൻസ് ഫ്രീ അലോവേറ ജെല്ലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇത് അലോവേറ കുക്കുംബർ ജെല്ലാണ്. നിങ്ങൾക്ക് നോർമൽ അലോവേറ ജെൽ എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാവേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതൊരു ക്രീം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളമില്ല, ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബൗളാണ്. ഈ ബൗൾ ഞാൻ എടുക്കാനായിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയില്ലേ, ആ ഉലുവ ശരിക്കും നമുക്കൊന്നും കൂടെ അരിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു തുണി ആ ബൗളിലേക്ക് വിരിച്ചിട്ടിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഉലുവയുണ്ടല്ലോ, ആ ഉലുവ ഞാൻ കുറച്ചിടുകയാണ്. നല്ലതായിട്ട് നമ്മളിതിനെ ഇനി അരിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഫൈനായിട്ടുള്ള പേസ്റ്റ് വേണം നമുക്ക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഫൈൻ പേസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാൻ നല്ലൊരു വൃത്തിയുള്ള തുണി വേണം നമ്മൾ എടുക്കാനായിട്ട്. അതുപോലെ ബൗളും നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഇതിൽ നിന്ന് വരുന്ന ഈ ഫൈൻ പേസ്റ്റ് കണ്ടോ, ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ കൈയും കൂടെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അപ്പം ഇതേപോലെ പിഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള പേസ്റ്റും കൂടെ എടുക്കട്ടെ. എനിക്ക് ഏകദേശം ഒരാഴ്ചത്തേക്ക് പുരട്ടാനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം നമുക്ക് ഈ ഒരു ഫൈൻ പേസ്റ്റ് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കിയും കൂടെ ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ആൻറ്റി ഏജിങ് നമ്മുടെ ക്രീമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മാജിക്കൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഉലുവ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്രീം പ്രിപ്പയർ ചെയ്യുന്ന അളവ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്, ഇവിടെ അതിനുവേണ്ടി നല്ലൊരു വൃത്തിയുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം, അതായത് ഈ ഒരു ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ ഉലുവയുടെ ക്രീമാണ് കേട്ടോ. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഉലുവയുടെ ക്രീമാണ് ഞാൻ എടുക്കുന്നത്. അതേ അളവിൽ വേണം നിങ്ങൾ അലോവേറ ജെൽ എടുക്കാനായിട്ട്, എന്നാലേ അതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് ആവുള്ളൂ. അപ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അലോവേറ ജെൽ ആഡ് ചെയ്യുന്നത് കാണിക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഞാൻ അലോവേറ ജെൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. അതായത് എത്ര അളവിലാണോ നമ്മൾ ഉലുവയുടെ ആ പേസ്റ്റ് എടുക്കുന്നത് അതേ അളവിൽ നമ്മൾ അലോവേറ ജെൽ ആഡ് ചെയ്യണം. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ 1 വീക്കിലെ ക്രീമിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒറ്റ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളേ. അടുത്തായിട്ട് ഞാനൊരു ഫ്യൂ ഡ്രോപ്സ് മാത്രം നമ്മുടെ റോസ് വാട്ടർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1 വീക്കിലേക്ക് വേണ്ടിയിട്ട് ഒരു 10 ഡ്രോപ്സോളം റോസ് വാട്ടർ ഞാൻ ഏകദേശം എൻ്റെ ക്രീമി കൺസിസ്റ്റൻസിയിലാക്കാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കൺസിസ്റ്റൻസി കാണിച്ചു തരാമേ. അങ്ങനെ നമ്മുടെ ആൻറ്റി ഏജിങ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഞാൻ നിങ്ങളെ ജസ്റ്റ് സ്പൂണിലൊന്ന് എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ വൃത്തിയുള്ള പാത്രത്തിലാണ് എടുക്കാനായിട്ട്. കണ്ടോ? അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്.
ഇത്രയും നല്ലൊരു തിക്ക് ക്രീമി കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ നിങ്ങൾ ആ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫേസിലും കൂടെ അപ്ലൈ ചെയ്യുന്ന കാണിച്ചു തരാം. അതുപോലെ ഇതെങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നോട് ഞങ്ങൾക്ക് പറഞ്ഞുതരാവേ. അപ്പോൾ നമുക്കതെങ്ങനെ ഫേസിലിടുന്നേ നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഫ്രിഡ്ജിൽ 1 വീക്ക് വെക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ നിങ്ങളിത് ഡയറക്റ്റ് നിങ്ങൾ കൈ വെച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൈ നല്ല വൃത്തിക്ക് കഴുകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ സാധനം വെച്ചാണ് സ്പൂൺ വെച്ച് എടുക്കുന്നതെങ്കിൽ സ്പൂണും നല്ല വൃത്തിയുള്ളതായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട്, നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ നല്ല ഡ്രൈ ആയിട്ട് എപ്പോഴും മഴയും കാറ്റൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ നിങ്ങൾക്കിത് മുഖത്തും നെക്കിലും മാത്രമല്ല, നിങ്ങൾക്ക് കയ്യിലൊരു ഹാൻഡ് ക്രീം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് കാലിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്കിത് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ്റെ കൂടെയൊക്കെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. വളരെ നല്ലതാണ്. നല്ലൊരു ബേബി സോഫ്റ്റ് സ്കിൻ കിട്ടാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അത് നമ്മുടെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് നല്ല ബെനിഫിറ്റ് ആണ്. ഇനി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത്രയും ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറാണ് കേട്ടോ ഇതിൻ്റെ. നമ്മുടെ ഫേസ് ഡ്രൈ ആവത്തില്ല, വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫേസിലിരിക്കും. ഞാൻ നെക്കിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. ജെൽ കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിൻ്റെ. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എത്ര നന്നായിട്ടാണ് ഇതിൻ്റെ സ്കിന്നിലേക്ക് ഇത് ബ്ലെൻഡ് ആവുന്നതെന്നുള്ളത്. ഒരു 20 years പ്ലസ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിങ്ങനെ പാക്ക് ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നിന്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എത്ര ഗ്ലോയിങ് ആയിട്ടാണ് എൻ്റെ സ്കിൻ ഇരിക്കുന്നതെന്നുള്ളത്. നിങ്ങൾക്കിത് കയ്യിലൊക്കെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഫുൾ കംപ്ലീറ്റ് നമ്മുടെ ഒരു ആൻറ്റി ഏജിങ് ക്രീം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു ആൻറ്റി ഏജിങ് ക്രീം നിങ്ങളുടെ റുട്ടീനിൽ യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് ഹോം മെയ്ഡ് കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് ഹൈ ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, 1 വീക്കിലേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കുക, ഗ്ലാസ് ജാറിൽ തന്നെ സൂക്ഷിക്കുക, ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കുക. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.